കഴിയുമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആർക്കും തുറക്കാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹുവിന്റെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് തുറക്കാൻ പറ്റുന്ന രാത്രികൾ എന്റെ അല്ലാഹ് കൊടുക്കണ്ട. പിന്നെ നമ്മളെ കണ്ണ് മരണത്തോടുകൂടി തിരുമിയടച്ച പിന്നെ ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് മനുഷ്യനെ കാണാൻ വേണ്ടി ആ കണ്ണുകൾ നമ്മൾ തുറക്കില്ല. അതുകൊണ്ട് അതിനു മുമ്പ് പ്രിയപ്പെട്ടവര് രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നു നിൽക്കാ, എന്നിട്ട് സുജൂദ് ചെയ്യാ, എന്നിട്ട് നിസ്കരിക്കാ, എന്നിട്ട് സലാത്ത് ചൊല്ലാ. മദീന കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, ലക്ഷക്കണക്കാറ് സ്വലാത്ത് ഇതിനകം ചൊല്ലിയിട്ട് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടരെ, പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലി പോകാറുന്നു. സമയക്കുറവാണ്, വിശദീകരിക്കുന്നില്ല. ഹസൻ ബസരി റളിയല്ലാഹു തആല ഈ സമുദായത്തിനോട് പറയുന്ന മൂന്നാമത്തെ ഗുണപാഠം എന്താ? നാളെയിൽ നിന്ന് മനുഷ്യൻ പഠിക്കാനുള്ള മൂന്നാമത്തെ ഗുണപാഠം ആ നായക്ക് അല്ലാഹു അഹങ്കാരം കൊടുത്തിട്ടില്ല. അഹങ്കാരം എന്ന് പറയുന്ന സ്വഭാവം നമ്മുടെ നായകൾക്കില്ല. നിങ്ങൾ പറയും പോലീസ് നായക്കുണ്ടല്ലോ സാറേ. ഇല്ല, പോലീസ് നായ ഉള്ളവർക്കാണ് അഹങ്കാരം, പോലീസ് നായക്ക് അഹങ്കാരം ഇല്ല. പോലീസ് നായ AC ഇട്ട വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നായല്ല, മനുഷ്യനാണ്. അതിനെ വില കൂടിയ ഭക്ഷണം കൊടുക്കുന്നത് മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. നായക്കത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ ധാരാളം കടന്നുകൂടിയിട്ടുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു പക്ഷി ഒരു പാറപ്പുറത്തേക്ക് മുട്ടയിട്ടു, ആ മുട്ട പൊട്ടിയില്ല. എന്താണ് കാരണം? ഒരു വാക്കിൽ പാറപ്പുറത്തേക്ക് ആ പക്ഷി മുട്ടയിട്ടു, പൊട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? പ്രിയപ്പെട്ടവരെ, പ്ലാസ്റ്റിക് മുട്ടയായതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്താ? പക്ഷിയുടെ ഭാഗ്യം കൊണ്ടാണ്. നമ്മൾ പറയൂലേ, ഒരാൾ പെട്ടെന്ന് ഒരു ബൈക്കിൽ ഒരു ലോറിയുടെ മുമ്പിലായി, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെവിടടച്ച് കണ്ണുടച്ച് എനിക്ക് കാണാൻ കഴിയൂല. കണ്ണു തുറക്കുമ്പോ ലോറിയും ബ്രേക്ക് പിടിച്ചു, ചെറുപ്പക്കാരനും ബൈക്കിൽ ബ്രേക്ക് പിടിച്ചു, ഒരു കുഴപ്പമില്ല, ചരിഞ്ഞ് വണ്ടിയൊക്കെ നിന്നു. അപ്പൊ നമ്മൾ പറയും, ഓ സ്നാരാക്കാട മോന്റെ ഒരു ഭാഗ്യം, ഭാഗ്യമാണ്. അപ്പൊ ഈ മുട്ട പൊട്ടാത്തത് ഭാഗ്യമാണ്. രണ്ടാമതും പക്ഷി മുട്ടയിട്ട് പൊട്ടിയിൽ എന്തുകൊണ്ടെന്നറിയും? ഭാഗ്യം കൊണ്ടല്ല, പ്രാക്ടീസ് കൊണ്ടാണ്. ആദ്യം ഇട്ടതുപോലെ തന്നെ ഇട്ടതാണ്. അപ്പോ ആദ്യത്തെ ദിവസം ബൈക്കിൽ നിന്ന് എങ്ങനെയാണ് വീഴാതെ രക്ഷപ്പെട്ടത്, അതേപോലെ രണ്ടാമത്തെ ദിവസവും ഇവൻ ബൈക്ക് കൊണ്ടുപോയി വീഴാതെ തലേ ദിവസത്തെ പോലെ പ്രാക്ടീസ് ചെയ്ത് രണ്ടാമത്തെ ദിവസം വളച്ചൊടിച്ചെടുത്തു. മൂന്നാമത്തെ ദിവസം പക്ഷി മുട്ടയിട്ടത് പൊട്ടി. എന്തുകൊണ്ടാണ്? അഹങ്കാരം കൊണ്ടാണ്. നാളെ പൊട്ടൂല എന്ന് പറഞ്ഞ് ഈസി ആയിട്ട് ഇട്ട് കൊടുത്തത് അവിടെ പൊടിയായി. ഇതാണ് അഹങ്കാരം. മൂന്നാമത്തെ ദിവസം ഇവൻ വന്ന് നാട്ടിൽ വന്ന് പറഞ്ഞിടാ, ഞാൻ ഭയങ്കര ബൈക്ക് റൈസിങ്ങൾ കണ്ടോ, സെറ്റപ്പ് ആണെന്ന് പറഞ്ഞ് വണ്ടി കുറിച്ച് എല്ലാവരെയും കൊണ്ട് വഹിച്ചത് കയറി കൊടുത്തത് അവിടെ പഠിച്ചെടുത്തുകൊണ്ട് വരാൻ വേണ്ടി. ഇത് വെറുതെ പറഞ്ഞതല്ല. അഹങ്കാരം മനുഷ്യന് കൊടുക്കുന്ന പണിയത. ആരഹങ്കരിക്കുന്നുവോ അവരെ അല്ലാഹു താഴ്ത്തുന്നു. അഹങ്കാരികൾ, ഒരുപാട് അഹങ്കാരികളുടെ കഥ ഈ ലോകത്തിന് പറയാനുണ്ട്. പക്ഷേ അവർക്കൊന്നും രക്ഷയില്ല. അവരുടെ അന്ത്യം എന്റെ പ്രിയപ്പെട്ടവരെ വളരെ മോശമാണ്. ഒരു സംശയവും ആ കാര്യത്തിലില്ല. അതുകൊണ്ട് അഹങ്കാരം നായക്കില്ല, നമുക്കും അത് വരാൻ പാടില്ല. നാലാമത്തത് ആ നായക്ക് അനന്തര സ്വത്തില്ല. ആ നായ മരണപ്പെട്ടാൽ മക്കൾ കടിപിടി കൂടുന്നില്ല സ്വത്ത് വിഭജിച്ചെടുക്കാൻ. നായ്ക്ക് അനന്തര സ്വത്തില്ല. മനുഷ്യൻ ഇങ്ങനെ മരിക്കണം എന്നല്ല, മനുഷ്യൻ അവന് കൊടുത്ത സമ്പത്ത് അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ചിലവഴിച്ചു കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്ന അവസ്ഥയിലാവരുത്. അതാണ് ഈ നാലാമത്തെ നമുക്ക് പഠിക്കാൻ. ഒരു വാപ്പ മരിക്കാൻ നേരത്തെ എല്ലാവരും നോക്കുന്നു. മകനടുത്ത് നിന്ന് വെള്ളം കൊടുക്കുമ്പോൾ വാപ്പ മകനെ നോക്കിയിട്ട് കാണിക്കുന്ന ഒരു ആംഗ്യമാണ്. മോനെ, ഇങ്ങനെ സംസാരിക്കാനും വയ്യ, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു. മോനേന്ന് വിളിച്ചിട്ട് എല്ലാവരും നോക്കാൻ വാപ്പ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്, മോനെ ചൂണ്ടി കാണിച്ചിട്ട് ഇങ്ങനെ. എല്ലാരും പറഞ്ഞടാ 10 രൂപ എവിടെ കൊടുക്കാനാ പറയണടാ വനായ എൻ്റെ അടുത്ത്. അപ്പൊ മോൻ പറഞ്ഞു, അങ്ങനെയല്ല പറഞ്ഞ. പിന്നെ വാപ്പ പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 5 രൂപയ്ക്കാ, നീ 10 രൂപയ്ക്ക് കൊടുക്കണോ? അതാ വാപ്പ കൊടുത്തുകൊണ്ടിരുന്നത് 5-നാ, അത് നഷ്ടമായി പോയി മോനെ.
അപ്പൊ പെട്ടെന്ന് മരിക്കുക, അതുകൊണ്ട് നീ കൊടുക്കുമ്പോ 10 കൊടുക്കണം, അതാ നല്ലത്. ശരിക്കും റോഡ് ഇങ്ങനെ പൊയ്ക്കോളൂ എന്നാ വാപ്പ കൊടുത്തേ. ആലോചിച്ച് നോക്കി, മൃഗങ്ങളെ പോലെ ജീവിച്ച വാപ്പാക്ക് മൃഗങ്ങളെ പോലെയുള്ള മകനെയല്ലേ കിട്ടുള്ളൂ. ഒരു വാപ്പ മരിക്കാൻ കിടക്കും, ഡോക്ടർ, വക്കീൽ, എഞ്ചിനീയർ, 3 പേരാണ്. മക്കളോട് വാപ്പ പറയാ അവസാന ആഗ്രഹം 10,000 രൂപ വെച്ച് എന്നെ കഫൻ തുണിയിൽ വെക്കും. അവര് പറഞ്ഞു 4 രൂപയുള്ളൂ. എല്ലാവരും കൂടി ആലോചിച്ചു, ശരി. എല്ലാവർക്കും സംശയം എത്രയാണ് 10,000 രൂപ. എന്നാലും ബാപ്പ ചോദിച്ചാൽ എത്ര പൈസ നമ്മൾ ചെലവഴിച്ചത്? 10,000 രൂപ വീണ്ടും ബാപ്പയുടെ കഫൻ തുണിയിൽ വെച്ചു കൊടുക്കേണ്ടിയിരുന്നു. ഡോക്ടർ വന്ന് വെച്ചു, എഞ്ചിനീയർ വന്ന് 10,000 രൂപ വെച്ച് വാപ്പ മരിച്ചു. വക്കീലും വന്നു. വക്കീൽ വന്നിട്ട് ഒരു ചെക്ക് എടുത്ത് വെച്ചു. എത്രേന്റെ ചെക്കാണ്? നിങ്ങൾ വിചാരിക്കും 10,000-ന്റെ നല്ല, 30,000-ന്റെ ചെക്ക. ഈ ചെക്ക് അങ്ങോട്ട് വെച്ചിട്ട് പാപ്പാടെ പുറത്തിരിക്കുന്ന ബാക്കി 20,000 എടുത്ത് വക്കീൽ ബാങ്കിനകത്ത് എടുത്ത് പറഞ്ഞു, പാപ്പാക്ക് ആവശ്യമുള്ളപ്പോൾ ബാങ്കിൽ കൊടുത്തിട്ട് പാവല്ലേ. കൈ വിട്ടുപോകാൻ പാപ്പാന്റെ ഗുണം, 10 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞത് വെറുതെ പഴഞ്ചൊല്ലാട്ടം തള്ളിക്കളയണം, അങ്ങനെ തന്നെ വരുള്ളൂ. അതുകൊണ്ട് നന്മയുടെ മക്കളായി മക്കൾ മാറണമെങ്കിൽ മാതാപിതാക്കൾ നന്മയുടെ ഭാഗത്തിൽ നിന്നാണ് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അവർക്ക് അനന്തര സ്വത്തില്ല, നായിക്ക് അനന്തര സ്വത്തില്ല. അനന്തര സ്വത്തില്ലാതെ ലോകത്ത് മരണപ്പെട്ടു പോയവരുടെ ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പ്രിയപ്പെട്ട സഹാബിവര്യന്മാര് അവര് മരണപ്പെടുമ്പോ അവരുടെ സ്വത്തുക്കളുടെ അനന്തരം എടുത്തു കൊടുക്കാൻ കോടികളുടെ ആഗ്രഹവർക്കുണ്ടായിരുന്നില്ല. ഒരുപാട് സ്വത്തുക്കളുമായി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവന്ന മക്കളിലെ റാണിയെന്ന് ഷഹീറ, മണിവിളക്ക് ഭീനിലെന്നും നസീബ, മാണിക്കലിന്റെ നാമം ഖദീജ, മൻസൂഖ മഹബൂബ, മൻസൂഖ മൻസൂഖ മഹബൂബ, മൻസൂഖ. റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ടവളാണ് ഖദീജ. ഒരു മുത്തുമാലയാണ് പെണ്ണുപോൽ കടമ്പലും കൊടുത്തത്. അനന്തര സ്വത്തായിട്ടൊന്നുമില്ല. അങ്ങനെ 100 കണക്കാറ് സഹാബത്തിന്റെ കഥ പറയാനുണ്ട്. ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പൊന്നാര നിബിധങ്ങൾ തന്റെ പ്രിയപ്പെട്ട മഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ആയിഷ 7 ദിർഹം, മറ്റൊരഭിപ്രായത്തിൽ 6 ദിർഹം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആയിഷ. അസ്റായീൽ വരുന്നതിന് മുമ്പ് അതിനെ നീ ചിലവഴിച്ചോ ആയിഷ. ആ പണത്തിന്റെ കാര്യമോർത്തുകൊണ്ട് മാറി എനിക്കൊരു ഈ ദുരൂഹമായിട്ട് എന്തുകൊണ്ടാണ് ചോദിച്ചുകൊണ്ട് അത് സുരക്ഷതയാ പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായികളാണ് ഞാനും നിങ്ങൾ. മക്കൾക്കൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല, കുടുംബത്തിനൊന്നും കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ പരിധിക്കപ്പുറത്തേക്ക് വാരിക്കൂട്ടി വെക്കുന്നവര് ഇവിടെ, വാരിക്കൂട്ടി വെച്ചവരിവിടെ, സ്വർണത്തിലൂടെ കിടന്നിറങ്ങിയിരുന്നവരിവിടെ, രാജകുമാരന്മാരെ പോലെ ജീവിച്ചിരുന്നവരിവിടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് പണം വരുമ്പോ, പവർ വരുമ്പോ, തന്തേടം വരുമ്പോ, വില കൂടിയ വാഹനം കയ്യിൽ വരുമ്പോ എല്ലാം മറന്നുകൊണ്ട് ആനന്ദത്തോടെ ജീവിക്കണമെന്ന് നിങ്ങൾ മോഹിക്കുമല്ലോ. അതുപോലെ ജീവിച്ച തിരുവനന്തപുരം ജില്ലയുടെ കാട്ടാക്കടവിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നല്ല സൗന്ദര്യമാണ് കാണാ, നല്ല ആരോഗ്യമാണ് പ്രിയപ്പെട്ടവര്, അവസാനം മരിച്ചു കിടന്നപ്പോ ഒരു 3 കഫൻ തുണിയുടെ ഒരു തുണിയെ 3 ആയിട്ട് മുറിച്ച പൊളിഞ്ഞെടുക്കാൻ പറ്റുന്ന ശരീരം മാത്രമായി ചുരുങ്ങിപ്പോയി. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹു 4.5 വർഷം കിഡ്നിയുടെ തകരാറ് കൊടുത്തു. ആ സഹോദരന്റെ ശരീരം എരിഞ്ഞടങ്ങിപ്പോ. അല്ലാഹുവിന്റെ ഹബീബിനെ മറന്നുപോലെ വിപത്തുമേ, പള്ളിയുടെ മുന്നിലൂടെ നിസ്കരിക്കാൻ നേരമില്ലാതെ ശരീരത്തിന് പിന്നാലെ പറക്കുമ്പോഴുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടരേ, റമളാനാകാശം അങ്ങനെ മാറ്റല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ റമളാനാകാശത്തെ കായംകുളത്തും കരുനാഗപ്പള്ളിയിലൊന്നും പറഞ്ഞു വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ജോലി ചെയ്യുന്ന അത്തക്കുളങ്ങര പള്ളിയുടെ പരിസരത്തുള്ള 100 കണക്കായ ചെറുപ്പക്കാർ ഇന്ന് ജുമയ്ക്ക് പോയപ്പോഴും ചോദിച്ചതാ, ഉസ്താദേ അടുത്ത ആഴ്ച വന്നിട്ട് മടങ്ങിപ്പോയാൽ ഇവിടെ തന്നെ നിൽക്കോ? റമളാനാണല്ലോ, 30 ദിവസവുമാ നാട്ടിലുള്ള എന്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി എന്റെ രാത്രിയും പകലും ഞാൻ
എന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധതയിരുന്നുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ അണിനിരന്നല്ലേ പറ്റോ? തിരുവനന്തപുരമല്ലേ പ്രിയപ്പെട്ടവര്? കഞ്ചാവേട്ടയിൽ പിടിക്കപ്പെട്ടവരുണ്ടെങ്കിൽ കോളേജിൽ പോകുന്ന കൂട്ടുകാർ തോളത്ത് നോക്കിയിട്ട് കൊണ്ടുപോകുന്ന ബാഗിന്റെ അകത്ത് പോലും കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കണ്ടെത്തിപ്പോയെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. ശരിയും കഥയും തമാശയുമായി കഴിഞ്ഞോടിയാൻ നടക്കൂല. കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ എല്ലാവരും ഖുർആൻ ഓതുന്നുണ്ട്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കിടന്നൊരു ചെറുപ്പക്കാരനാണ്. പിന്നെയോ റമദാൻ കഴിഞ്ഞിട്ട് 2.5 മാസം വരെ ഒരു വഖത്ത് നിസ്കാരം പോലും കലാകാർ കൃത്യമായി നിസ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരനെ കൂട്ടുകാരൻ വിളിച്ചുകൊണ്ട് പോയി കരഞ്ഞുകൊണ്ട് ഫോൺ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എന്നെ നന്നാവാൻ ഇവന്മാര് സമ്മതിക്കൂല, ഇന്നലെ കല്ല് കുടിച്ചു ഉസ്താദേ, ജീവിതത്തിൽ ഞാൻ നിർത്തിവെച്ചു പോയ 7 മാസം കൊണ്ട് തൊടുവില്ലാന്ന് പറഞ്ഞു പോയ റമദാനിന്റെ 27 ആവടക്കമുള്ള ദിവസങ്ങളിൽ അള്ളാന്റെ പരിശുദ്ധമായ പള്ളിക്കകത്ത് പൊട്ടിക്കടഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തോടെ കല്ലുണ്ടല്ലോ, അത് ഞാൻ വീണ്ടും ഇന്നത് കുടിച്ച ഉസ്താദേ എന്നെ എന്റെ കൂട്ടുകാർ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്ലിലേക്ക് മയങ്ങിപ്പോയ, പെണ്ണിലേക്ക് മയങ്ങിപ്പോയ, സിനിമയിലേക്ക് മടങ്ങിപ്പോയ, ഉത്സവത്തിലേക്ക് മയങ്ങിപ്പോയ, മയക്കുമരുന്നിലേക്ക് വിരിച്ചുപോയ സമുദായത്തിന്റെ ചെറുപ്പക്കാർ ഇനി ഇസ്ലാമിന് പിരിച്ചു കിട്ടാറില്ല പാടാ. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന യുവത്വമേ കൈവിട്ടുകളല്ലേ, കരുത്താറയുമാണ് ആർജവത്തോടെ മുന്നപ്പിടിച്ചോ. പടച്ചറപ്പിന്റെ ദീന് നമുക്കുള്ളതാ, ആവേശത്തോടെ ചങ്കുറപ്പോടെ ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. എവിടെ കിടന്ന് മരിച്ചാലും ഈ ശക്തിയുള്ള ഈമാൻ പറഞ്ഞുകൊണ്ട് മരിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. പോക്കത്തിനകത്ത് കിടക്കുന്ന കാമുകിയുടെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരാണല്ലേ സിനിമാനന്മാരുടെ ഫ്ലക്സ് ബോർഡ് വീടിന്റെ പുരയിടത്തിലുണ്ടാക്കി വെച്ചിട്ട് അതിന്റെ ഭാരം ഇന്ന് ഒരിക്കലും എടുക്കാൻ കഴിയാത്ത ഭാരമുള്ള പേര് വെച്ചിട്ട് ആ സിനിമാശ്രയെ നടക്കുന്ന ചെറുപ്പക്കാരാ. 5ാമത്തെ കാര്യം അത് കനാത്ത് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക. നായയെ സംബന്ധിച്ചിടത്തോളം അതിന് ഇന്നത് തന്നെ വേണം എന്നൊന്നുമില്ല. ഗത്തേലേക്ക് കിടക്കൂ, കെട്ടിലേക്ക് കിടക്കൂ, അങ്ങനെയൊന്നും. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന ഒരു സ്വഭാവ രീതി മനുഷ്യനുണ്ടാക്കിയെടുത്താൽ അൽഹംദുലില്ലാഹ് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. അതൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. മാത്രമല്ല അള്ളാന്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഉത്തമ സ്വഭാവ ഗുണമാണ് അൽ ഖനാഅത്തു എന്നത്. ഉള്ളത് കൊണ്ട് അള്ളാഹു തന്നത് അള്ളാഹു തന്ന വീട്, അള്ളാഹു തന്ന വസ്ത്രം, അള്ളാഹു തന്ന വാഹനം, അതിൽ അള്ളാഹു നമ്മുടെ കഴിവിനനുസരിച്ച് തന്നതുകൊണ്ട് പൊരുത്തപ്പെടുക. ആർത്തിമോത്തുകൊണ്ട് അപകടത്തിന്റെ കുഴിയിലേക്ക് ചെന്ന് വീടരുത്. ഹറാമത്തെ സ്വഭാവ ഗുണം ഭക്ഷണം കിട്ടുന്നത് വരെ കൊടുക്കുന്ന യജമാനന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന മിസ്കീന്റെ സ്വഭാവമാണ്. നമ്മുടെ കയ്യിൽ ഒരു നായ്ക്ക് കൊടുക്കാൻ ഒരു എല്ലും കഷ്ണമുണ്ട്. അത് ആ നായയുടെ മുഖത്തേക്ക് നീട്ടിക്കൊടുത്താൽ നമ്മുടെ മുഖത്തേക്ക് ആ നായ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അത് ഇട്ട് കൊടുക്കുന്നത് വരെ. ഇതൊരു മിസ്കീന്റെ സ്വഭാവമാണ്. എന്നെ ഒരു മിസ്കീനായി ജീവിപ്പിക്കണ അല്ലാഹ്. 7ാമത്തെ സ്വഭാവ ഗുണം നായയുടെ യജമാനൻ നായയെ അടിച്ചതുകൊണ്ട് യജമാനനോട് കോപം കാണിക്കാത്ത ലോകത്തുള്ള ഒരേ ഒരു ജീവി നായയാണ്. യജമാനൻ അടിച്ചാൽ യജമാനനോട് ദേഷ്യം കാണിക്കുകയില്ല. എത്രയോ നായകളെ വീടിന്റെ മുതലാളി അടിക്കുന്നു, ആ വീട് കാവൽ ഏറ്റെടുത്ത നായ വീണ്ടും ആ വീട് കാവല് വേണ്ടി ഇറങ്ങി ഓടിയാൽ എന്ത് ചെയ്യൂല. നമ്മൾ ഈ സ്വഭാവ ഗുണം എടുക്കണം. അള്ളാഹു ചിലപ്പോഴൊക്കെ നമുക്ക് അടിതരും. അള്ളാഹു ചിലപ്പോൾ നമുക്ക് അടിതരും. നമ്മൾ തിരിച്ച് റബ്ബിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹു താല നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്ക് ഓരോന്ന് തരുന്നത്. നമ്മൾ കാണിച്ചു വെക്കുന്നതല്ലേ ഈ ദുനിയാവ് നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്.
എന്തെല്ലാം കോപ്രായങ്ങൾ നമ്മൾ കാണിച്ചു വെച്ചു, അതൊക്കെ തിരിച്ച് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മാനായ പടച്ചതമ്പുരാൻ പരീക്ഷണങ്ങളിലൂടെ, ജീവിതത്തിന്റെ നൊമ്പരങ്ങളിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്തുമ്പോ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ അള്ളാഹു നമ്മളെ തെറി വിളിച്ചുകൊണ്ട് നിസ്കാരം നിർത്തി, നോമ്പ് പിടി നിർത്തി, എത്ര കൊല്ലം കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു, എനിക്ക് അള്ളാഹു ഒന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന സ്വഭാവം ഉണ്ടാവരുത്. എട്ടാമത്തത്, ഒരു സ്ഥലത്ത് നിൽക്കാൻ തീരെ നിവർത്തിയില്ലാതെ വന്നെങ്കിൽ നായ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കാതെ എറിഞ്ഞും അടിച്ചും ഒക്കെ ജനങ്ങൾ ഓടിച്ചാലും വീണ്ടും വീണ്ടും അവിടെ തന്നെ നിൽക്കും. എന്നിട്ടും വീണ്ടും ജനങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ മാത്രമേ ആ നാട് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. ഇത് നമ്മുടെ ഉസ്താദുമാർ കൂടി പാഠമാക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഒരു പള്ളിയിൽ ഖതീബായിട്ട് ചെന്നു. എല്ലാവരും ഇപ്പൊ എല്ലാ ഉസ്താദന്മാരെ കുറിച്ച് നല്ലതൊന്നും പറയില്ല. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് അപ്പോഴേ പെട്ടിയെടുത്തോണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോകുമ്പോ അത് ആ മഹലിന് വലിയ നഷ്ടമായിരിക്കും. തീരെ മനസ്സുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, ജനങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ്. നിന്നിട്ട് കാര്യമില്ല, ഞാൻ പറയുന്നത് കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപയോഗമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പറഞ്ഞാൽ കേൾക്കുന്ന വേറെ ഉസ്താദന്മാർ വരട്ടെ, എനിക്ക് വേറെ ചെറിയ സ്ഥലത്തേക്ക് പോകാം, അസ്സലാമു അലൈക്കും, അങ്ങനെ പോവാം. നിവൃത്തിയില്ലാതെ വന്നാൽ മാത്രം. നമ്മളും അങ്ങനെ തന്നെ ഒരു വീട് നമ്മൾ താമസിക്കും, ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിനോടൊപ്പം ആ വീട് അങ്ങനെ കിടക്കുമ്പോൾ വേറെ വസ്തു വാങ്ങിച്ച് വീട് വെക്കുന്നത് അഹങ്കാരമല്ലേ? അല്ലെങ്കിൽ അത് പൊളിച്ചിട്ട് വെക്കും, അതങ്ങനെ തന്നെ ഇട്ടിരിക്കും. ഇന്ന് പഴയ തറവാടെന്ന് പറയുന്ന കുടുംബ വീടുകളെല്ലാം തേങ്ങയിടാനും വാക്കിടാനും അതുപോലെ തന്നെ വിറക് ശേഖരിക്കാനുള്ള വലിയ വലിയ പഴയ വീടുകളൊക്കെ അങ്ങനെയാണ് കിടക്കുക. എത്രയോ പേര് കിടക്കാടമില്ലാതെ കഷ്ടപ്പെടുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒൻപതാമത്, രാത്രി നായയ്ക്ക് ഒരു പിടി ഭക്ഷണമാണ് കിട്ടിയതെങ്കിലും, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ളതാ, പക്ഷെ അത് വിശദീകരിക്കുന്നില്ല. ഒരു പിടി ഭക്ഷണമാണ് നായയ്ക്ക് രാത്രി കിട്ടിയത് എങ്കിലും ആ ഒരു പിടി ഭക്ഷണം കൊണ്ട് വെളുക്കുന്നത് വരെ ഒരു മുറുമുറുക്കുമില്ലാതെ, ഒരു മൂളലുമില്ലാതെ, ഒരു ഞരങ്ങലുമില്ലാതെ കഴിഞ്ഞുകൂട്ടി. നമ്മളാണെങ്കിലും യാത്ര പോവാൻ നേരത്ത്, ഞാനും എന്റെ ഭാര്യയും കൂടെ യാത്ര പോവാൻ നേരത്ത് അമ്മായി പറയാൻ, മോനെ തിരിച്ചു വരുമ്പോ ഹോട്ടൽ സെന്ററിൽ നിന്ന് നല്ല മട്ട സൂപ്പ് വാങ്ങിച്ചോണ്ട് വരണം, ഉമ്മാക്ക് വലിയ ആഗ്രഹം കഴിക്കാം. കാരണം ഉമ്മാക്ക് കൂടെ പോകാൻ പറ്റുന്നില്ല, വരുമ്പോൾ സമ്മതിക്കൂല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ എന്ന് തിരിച്ചു വന്നപ്പോഴാ ഓർക്കണേ, അല്ലോ മാവിക്ക് സൂപ്പ് വാങ്ങിച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? അപ്പുറത്തെ ശങ്കരൻ ചേട്ടന്റെ തട്ടയുടെ 2 ദോശയും ഇച്ചിരി മുട്ടോമ്പളച്ചൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് കൊണ്ട് കൊടുക്കുക. ഇത് കൊണ്ട് കൊടുത്താൽ ഉമ്മ ഇതങ്ങോട്ട് വെളുക്കുന്നത് വരെ ചെവി കേൾക്കാൻ കഴിയും. തേനീച്ച മൂളണ പോലെ മൂളല് ഉമ്മ കിടക്കണ ഭൂമിയിൽ കേട്ടുകൊണ്ടിരിക്കും. ഇത് മനുഷ്യന്റെ അവസ്ഥയാണ്. ഒരു നായക്ക് നിങ്ങൾ 2 ദിവസം വീട്ടിലില്ല, യാത്ര പോയിരുന്നു, തിരിച്ചു വന്നപ്പോഴാ ഓർക്കണം, വീട്ടിൽ നായ ഉണ്ടല്ലോ, ഭക്ഷണം കൊടുത്തില്ല, ഇച്ചിരി ബ്രെഡ് വാങ്ങിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഒരു ബ്രെഡേ കിട്ടുള്ളൂ കൊണ്ടുവന്ന് കൊടുത്താലും കൊടുത്തില്ലേലും അതങ്ങനെ കിടന്നോളും. എന്ത് നല്ല സ്വഭാവമാണ്. പട്ടിണി നമ്മൾ അറിയണം, സങ്കടം നമ്മൾ അറിയണം. ഒരു പള്ളിയിൽ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഓടി വന്നപ്പോ ഈത്തപ്പഴം തീർന്നു പോയി. ഉടനെ ആരുടെ അവിടുത്തെ സെക്രട്ടറി ഓടി ഇവിടെ തളർന്നു വന്നപ്പോ ഈത്തപ്പഴം പോലും കിട്ടാനില്ല. അലാക്കിന്റെ ഔലിങ്കഞ്ഞാണ് ഇവിടുത്തെ റമദാനെന്ന് പറഞ്ഞ് ആടി പോടി വെള്ളപ്പൊക്കെ നാശമുണ്ടാക്കി തറാവീന് കൊടുക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ ചെമ്പിരി ചവിട്ടിട്ട് ഇറങ്ങി ഓടരുത്. ആ ഒരു അവസ്ഥ ഒരു മുസ്ലിമിന് ചേർന്നതല്ല. നായ നമ്മളോട് പറഞ്ഞു തരിക, അവനെ കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെട്ടവൻ കഴിഞ്ഞുകൂടുന്നു. ആ സ്വഭാവ ഗുണം നിനക്ക് നല്ലതാ. 10ാമത്തവന്റെ പ്രിയപ്പെട്ടവരെ, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുക, ഒരു നായ യാത്ര പോകുമ്പോ ഒന്നും കരുതാറില്ല, ആകെ കരുതുന്ന ഒരു ഭക്ഷണം തവക്കൽതു അലല്ലാഹ്. لو أنكم تتوكلون حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطانا. അള്ളാന്റെ റസൂൽ പറയുന്നു, ബലമേൽപ്പിക്കുന്ന പോലെ പടച്ച റബ്ബിനെ കാര്യങ്ങൾ ഏൽപ്പിച്ച പറന്നു പോകുന്ന പറവകൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്ന പോലെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതാ. പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പോയി വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങി വരുന്ന പക്ഷികളെ പോലെ അല്ലാഹ്